എഡ്യു അരേന 2290. അപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് 7th സ്റ്റാൻഡേർഡിലെ എ ഡോൾസ് ജേണി എന്നുള്ള ചാപ്റ്റർ ആണ്. അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, ചാപ്റ്റർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി ബാലൻസ് ആയിട്ടുള്ളത് അതിന്റെ ആക്ടിവിറ്റീസ് ആണ് അല്ലേ. അപ്പൊ നമുക്ക് ആക്ടിവിറ്റീസിലോട്ട് നോക്കാം, എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ ഫസ്റ്റ് ആക്ടിവിറ്റി എന്താണ്? റീഡ് ദ സ്റ്റോറി ഓൺസ് അഗൈൻ ആൻഡ് ഐഡന്റിഫൈ ദ ഫോളോയിങ്. അപ്പൊ സ്റ്റോറി വായിച്ചിട്ട് താഴെ തന്നിരിക്കുന്ന എന്താണ് ലൊക്കേഷൻ നോക്കണം, ക്യാരക്ടേഴ്സ് എന്താന്ന് നോക്കണം, തീമും. അത് സ്റ്റോറി ഒന്നും കൂടെ വായിച്ചിട്ട് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിനകത്ത് പ്രധാനപ്പെട്ട ലൊക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? പാർക്കാണ് അല്ലെ. ബെർലിനിലെ പാർക്കിലാണ് ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത് അല്ലെ. അപ്പൊ കാഫ്കയും പിന്നെ ഏതാണ് നമ്മുടെ പെൺകുട്ടിയുമാണ് ഇതിലെ കഥാപാത്രങ്ങൾ. അപ്പൊ പ്രധാനപ്പെട്ട ലൊക്കേഷൻ വരുന്നത് എന്താണ്? പാർക്കാണ് അല്ലെ. അപ്പൊ നമുക്ക് ആദ്യത്തെ ഒരു ലൊക്കേഷൻ എഴുതാം, എ പാർക്ക് ഇൻ ബെർലിൻ. അവിടെ ക്യാരക്ടേഴ്സ് ആയിട്ട് ആരാണുള്ളത്? പാർക്കിൽ ആരൊക്കെയാണ് ഇരിക്കുന്നത്? ഒരു പെൺകുട്ടിയും കാഫ്കയുമാണ് അല്ലെ. എ ഗേൾ ആൻഡ് കാഫ്ക. നെക്സ്റ്റ് അവിടുത്തെ തീം എന്താണ്? ഇന്ററാക്ഷൻ ബിറ്റ്വീൻ കാഫ്ക ആൻഡ് ദ ഗേൾ. അവർ തമ്മിലുള്ള ഇന്ററാക്ഷൻ അല്ലേ പാർക്കിൽ നടക്കുന്നത്. നമ്മൾ ഫസ്റ്റ് ടെക്സ്റ്റിൽ തന്നെ ഉണ്ട്, എന്താണ് നമ്മൾ പറഞ്ഞു, കാഫ്ക മെറ്റ് എ ഗേൾ ഹു വാസ് ക്രൈങ് ബിക്കോസ് ഷീ ഹാഡ് ലോസ്റ്റ് ഹർ ഫേവറേറ്റ് ഡോൾ. അപ്പോ പിന്നെന്താണ് ചെയ്തത്? കാഫ്ക ജോയിൻഡ് ഹർ ഇൻ സെർച്ചിങ് ഫോർ ദ ഡോൾ ആൻഡ് സക്സസ്ഫുള്ളി. അപ്പോ നമ്മള് കണ്ടതാണ് അവിടുത്തെ തീം. അവിടെ നടക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ററാക്ഷൻ ബിറ്റ്വീൻ കാഫ്ക ആൻഡ് ദ ഗേൾ. അവർ തമ്മിലുള്ള സംഭാഷണമാണ് ആ പാർക്കിൽ നടക്കുന്നത് അല്ലേ. നെക്സ്റ്റ് ഞാൻ പറഞ്ഞു ഇതിനകത്ത് പ്രധാനപ്പെട്ട ലൊക്കേഷൻ ആയിട്ട് വരുന്നത് പാർക്ക് തന്നെയാണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? അനദർ ഡേ ഇൻ ദ പാർക്ക്. മറ്റൊരു ദിവസം. എന്താണ് സംഭവിച്ചത്? അവിടുത്തെ ക്യാരക്ടറും ആരൊക്കെ തന്നെയാണ്? ദ യങ് ഗേൾ ആൻഡ് കാഫ്കയാണ്. അവിടെ എന്താണ് അവർ സംസാരിച്ചത്? കാഫ്ക ജോയിൻഡ് ഹെർ ഇൻ സെർച്ചിങ് ഫോർ ദ ഡോൾ അൺസക്സസ്ഫുള്ളി. കാഫ്കയും ആ പെൺകുട്ടിയോടൊപ്പം ജോയിൻ ചെയ്തു. എന്തിനെ സെർച്ച് ചെയ്യാനാണ്? ആ ഡോളിനെ സെർച്ച് ചെയ്യാൻ. പക്ഷെ കിട്ടിയോ? ഇല്ല, വിജയിച്ചില്ല അല്ലേ. ആ ശ്രമം പരാജയപ്പെട്ടു. നെക്സ്റ്റ് എന്താണ്? അതും ഇൻ ദ പാർക്ക് എന്ന് തന്നെ എഴുതാം. അവിടെ ആരാണ്? ദ യങ് ഗേൾ കാഫ്ക. അവരെന്തായിരിക്കും തീം? പിന്നെ നമുക്ക് തീം മാറ്റി കൊടുക്കാം. ഹി ഹാഡ് ഫൗണ്ട് എ ലെറ്റർ അണ്ടർ എ ബെഞ്ച് ഇൻ ദ പാർക്ക് ആൻഡ് ഗേവ് ദ ലെറ്റർ ടു ദ ഗേൾ. പിന്നെ അദ്ദേഹം ഒരു ലെറ്റർ ബെഞ്ചിന്റെ അടിയിൽ നിന്ന് കണ്ടെത്തിയിട്ട് പാർക്കിൽ വെച്ചിട്ട് ആർക്ക് കൊടുത്തു? ആ പെൺകുട്ടിക്ക് കൊടുത്തു. ഡോളാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞ് കൊടുത്തില്ലേ? നമ്മളത് പഠിച്ചതാണ് അല്ലേ. കാഫ്ക ഹാഡ് പ്രിപ്പയർഡ് ദ ലെറ്റർ വിച്ച് വാസ് മെന്റ് ടു ബി ഫ്രം ദ ഡോൾ. അപ്പൊ അതാണ് അവിടുത്തെ പാർക്കിലെ തീം. അങ്ങനെ പലതും നമുക്ക് കണ്ടെത്തി എഴുതാവുന്നതാണ്. നെക്സ്റ്റ് ഗേൾസ് ഹോം. പെൺകുട്ടിയുടെ വീട്ടിൽ എന്താണ്? ആരായിരിക്കും ഉള്ളത്? യങ് ഗേൾ മാത്രമാണുള്ളത്. അവിടെ എന്തായിരിക്കും തീമായിട്ടുണ്ടാവുക? ദ ഗേൾ വാസ് ബിക്കമിങ് മൂഡി ആസ് ഡേയ്സ് പാസ്റ്റ്. ഷീ ബാഡ്ലി വാണ്ടഡ് ഹെർ ഡോൾ ടു കം ബാക്ക്. ഡേയ്സ് ചെല്ലുന്തോറും എന്താ പെൺകുട്ടിക്ക് ഭയങ്കര മൂഡി ആയിട്ട് ഫീൽ ചെയ്തു അല്ലെ. തന്റെ ഡോളിനെ മിസ്സായത് ഭയങ്കര മൂഡി ആയിട്ട് ഫീൽ ചെയ്തു. ലെറ്റർ ഒക്കെ വരുന്നുണ്ടെങ്കിലും അവള് സന്തോഷവതിയായിരുന്നോ? അല്ല. അവൾക്ക് എന്താണ്? ഷീ ബാഡ്ലി വാണ്ടഡ് ഹെർ ഡോൾ ടു കം ബാക്ക് അല്ലേ. അവൾക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു അവളുടെ പാവ തിരിച്ചു വരണമെന്ന്. അപ്പൊ നമുക്ക് ഒരുപാട് തീംസ് എഴുതാവുന്നതാണ്. ക്യാരക്ടേഴ്സ് ഇത് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് ക്യാരക്ടേഴ്സ് ആയിട്ടുള്ളത്. ലൊക്കേഷൻ, പ്രധാനപ്പെട്ട ലൊക്കേഷൻ പാർക്കാണ് വന്നിട്ടുള്ളത്. ഓക്കെ. അപ്പൊ തീം നമുക്ക് ചേഞ്ച് ചെയ്ത് എഴുതാവുന്നതാണ്. ഓക്കെ. നെക്സ്റ്റ് ആക്ടിവിറ്റിയിലോട്ട് പോകാം. റീഡ് ദി സെന്റൻസസ് ടേക്കൺ ഫ്രം ദ സ്റ്റോറി. അപ്പൊ സ്റ്റോറിയിൽ നിന്നുള്ള സെന്റൻസ് ആണ് നമുക്ക് വായിച്ചു നോക്കാം. ഇറ്റ് വാസ് എ സാറ്റർഡേ ആഫ്റ്റർനൂൺ. കാഫ്ക വാസ് വാക്കിംഗ് ത്രൂ എ പാർക്ക് ഇൻ ബെർലിൻ. എന്താണ്? ഒരു സാറ്റർഡേ ആഫ്റ്റർനൂണിൽ കാഫ്ക പാർക്കിലൂടെ നടക്കുകയായിരുന്നു, ബെർലിനിലുള്ള പാർക്കിലൂടെ നടക്കുകയായിരുന്നു. ഹി മെറ്റ് എ ഗേൾ ഹു വാസ് ക്രൈങ് ബിക്കോസ് ഷീ ഹാഡ് ലോസ്റ്റ് ഹെർ ഫേവറേറ്റ് ഡോൾ. അദ്ദേഹം ആരെ മീറ്റ് ചെയ്തു? പാർക്കിൽ വെച്ച് ഒരു പെൺകുട്ടിയെ മീറ്റ് ചെയ്തു. പെൺകുട്ടി എന്താണ്? തന്റെ ഫേവറേറ്റ് ആയിട്ട് ഡോളിനെ സെർച്ച് ചെയ്യുമായിരുന്നു അല്ലേ. അപ്പൊ എന്താ പറയുന്നത്? കാഫ്ക കംഫർട്ടഡ് ദ ഗേൾ ഹു വാസ് ഇൻ ഗ്രേറ്റ് ഡിസ്ട്രസ്. ഭയങ്കര നിരാശയിലിരിക്കുന്ന ഒരു പെൺകുട്ടിയാണ് കാഫ്ക കണ്ടത്. ഹിയർ ഈസ് എ സ്മാൾ പാർട്ട് ഓഫ് ദെയർ കോൺവെർസേഷൻ, ക്യാൻ യു കംപ്ലീറ്റ് ഇറ്റ്? കാഫ്കയും ഗേളും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആണ്, അത് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് നോക്കാം. കാഫ്ക എന്താ പറഞ്ഞത്? ഓ ഡിയർ വൈ ആർ യു ക്രൈങ്. എന്തിനാ കരയുന്നത്? ലിറ്റിൽ ഗേൾ. അപ്പൊ മൈ ലെവി മൈ ഡോൾ. എന്തിനാണ് പെൺകുട്ടി കരയുന്നതെന്ന് ചോദിച്ചപ്പോ എന്താ പറഞ്ഞത്? ലിറ്റിൽ ഗേൾ എന്താ പറഞ്ഞത്? മൈ ലെവി. അപ്പൊ ഡോളിന്റെ പേരെന്താണ്? ലെവി. എന്റെ ഡോൾ എന്ന് പറഞ്ഞാണ് കുട്ടി കരയുന്നത്. അപ്പൊ കാഫ്ക എന്ത് ചോദിക്കുമായിരിക്കും? വാട്ട് ഹാപ്പൻ ടു യുവർ ഡോൾ. എന്ത് പറ്റി നിന്റെ ഡോളിന്? ലിറ്റിൽ ഗേൾ. ഐ ലോസ് മൈ ഡോൾ ലെവി ഐ കാൺ ഫൈൻഡ് ഹെർ. എനിക്ക് എന്റെ ഡോളിനെ നഷ്ടപ്പെട്ടു, ലെവിയെ നഷ്ടപ്പെട്ടു, എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അപ്പൊ കാഫ്ക എന്ത് പറയും? ലെറ്റ്സ് ട്രൈ ടു ഫൈൻഡ് ലെവി ടുഗദർ. നമുക്ക് ഒരുമിച്ച് ലെവിയെ കണ്ടെത്താം. യെസ് ഡെഫിനറ്റ്ലി ഷീ ഈസ് മൈ ഫേവറേറ്റ് ഡോൾ. ശരി, നമുക്ക് തീർച്ചയായിട്ടും ഒന്നിച്ച് തന്നെ കണ്ടെത്താം. അവൾ എന്റെ ഫേവറേറ്റ് ഡോൾ ആയിരുന്നു. അപ്പൊ കാഫ്ക എന്ത് പറയും? ഡോണ്ട് വറി ലെറ്റ്സ് ഫൈൻഡ് ഹെർ. നമുക്ക് കണ്ടെത്താം. ഓക്കെ, താങ്ക് യു. ബട്ട് വാട്ട് ഇഫ് വി വോണ്ട് ഫൈൻഡ് ഹെർ. നമ്മൾ കണ്ടെത്തിയില്ലെങ്കിൽ എന്ത് ചെയ്യും? വി ക്യാൻ ബൈ അനദർ വൺ. നമുക്ക് വേറൊന്നിനെ വാങ്ങാമെന്ന് കാഫ്ക പറയുന്നു. ലിറ്റിൽ ഗേൾ പറയോ? വേണോന്ന് പറയോ? ഇല്ല. നോ ഐ ഡോണ്ട് വാണ്ട് അനദർ വൺ. എന്താ വേണ്ടാത്തത്? അവളുടെ ഫേവറേറ്റ് ഡോൾ ആരാണ്? ലെവി ആണല്ലേ. എനിക്ക് വേറെ വേണ്ട.
കാഫ്ക എന്തോ പറയോ, ഇഫ് വി കാൺ ഫൈൻഡ് ഹർ ടുഡേ വി വിൽ കം ടുമോറോ ആൻഡ് സെർച്ച് അഗൈൻ. നമുക്ക് നാളെ വന്ന് വീണ്ടും കണ്ടെത്താം അല്ലേ, നോക്കാം നോക്കി നമുക്ക് ലെവിയെ കണ്ടെത്താം. ഓക്കെ, താങ്ക് യു. ലിറ്റിൽ ഗേൾ എന്ത് പറയുന്നു, താങ്ക് യു പറയും. ഒന്നും കൂടെ വായിക്കാം. കാഫ്ക, ഓ ഡിയർ വൈ ആർ യു ക്രൈങ് ലിറ്റിൽ, മൈ ലെവി മൈ ഡോൾ, വാട്ട് ഹാപ്പൻ ടു യുവർ ഡോൾ, I lost my doll Levi. I can't find her. Let's try to find Levi together. Yes, definitely. She is my favorite doll. Don't worry, let's find her. Thank you. But what if we don't find her? We can buy another one. No. I don't want another one. If we can't find her today, we will come tomorrow and search again. Okay, thank you. Next ലോട്ട് പോവാം. നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് അതൊരു enact the roles of the little girl and Kafka using the conversation prepared. നമ്മൾ പ്രിപ്പയർ ചെയ്ത കോൺവെർസേഷൻ വെച്ചിട്ട് ചെയ്യാനുള്ളതാണ്. അത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാനുള്ളതാണ്. നെക്സ്റ്റ്, read these sentences taken from the story. The girl continued to receive letters from the doll. അപ്പൊ ഡോളിൽ നിന്ന് തുടർച്ചയായിട്ട് ഇങ്ങനെ പെൺകുട്ടിക്ക് ലെറ്റേഴ്സ് വന്നോണ്ടിരുന്നില്ലേ. ഷീ റോട്ട് അബൌട്ട് ഹർ അഡ്വഞ്ചേഴ്സ് ഇൻ ഡീറ്റെയിൽ. ഡോൾ ആണെങ്കിൽ ഡോളിനെ കുറിച്ചുള്ള അഡ്വഞ്ചേഴ്സ് ഡീറ്റെയിൽസ് ഒക്കെ ഇങ്ങനെ എഴുതിക്കൊണ്ടിരുന്നു. ദ ലെറ്റേഴ്സ് ഡിലൈറ്റഡ് ഈ ലെറ്റേഴ്സ് എല്ലാം പെൺകുട്ടിക്ക് ഭയങ്കര സന്തോഷം കൊടുത്തു. ദിസ് വെന്റ് ഓൺ ഫോർ സം ടൈം. ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. ആഫ്റ്റർ റീഡിംഗ് ദ ലെറ്റേഴ്സ് ഫ്രം ദ ഡോൾ ദ ഗേൾ വാസ് ഈഗർ ടു സീ ഹർ. ഈ ലെറ്റർ എല്ലാം കണ്ടപ്പോൾ പെൺകുട്ടിക്ക് ഡോളിനെ കാണണമെന്ന് തോന്നി അല്ലേ. ഷീ വെയിറ്റഡ് ആൻഡ് വെയിറ്റഡ്. കാത്തിരുന്ന് മടുത്തു. ബട്ട് ദ ഡോൾ ഡിഡിന്റ് ടേൺ അപ്പ്. സോ ഷീ ഡിസൈഡഡ് ടു പുട്ട് ഹർ തോട്ട്സ് ആൻഡ് ഇമോഷൻസ് ഇൻ ഹർ ഡയറി. അവൾ എന്ത് ചെയ്തു, അവളുടെ തോട്ട്സും ഇമോഷൻസ് ഒക്കെ ഡയറിയിൽ എഴുതാമെന്ന് വിചാരിച്ചു. അപ്പൊ ഡയറി എഴുതുമ്പോൾ എന്തൊക്കെ വേണം നമുക്ക്? ഫസ്റ്റ് ഡേറ്റ് വേണം, ഏത് ദിവസമാണെന്ന് വേണം, ഒരു പിന്നെ മന്ത് വേണം അല്ലേ, മന്ത് ഡേറ്റ് ഇതൊക്കെ വേണം. പിന്നെ മൈ ഡയറി എന്ന് എഴുതിയിട്ട് നമ്മള് ഡയറി എഴുതാൻ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. വേണമെന്നുള്ളവർക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും മൈ ഡയറി. പിന്നെ മൈ പ്രൊഫൈൽ, നെക്സ്റ്റ് ലെറ്റർ റൈറ്റിംഗ്, ഇതെല്ലാം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഡയറി എഴുതുമ്പോൾ എന്താണ് വേണ്ടത്? ഡേറ്റും മന്തും മസ്റ്റ് ആയിട്ട് വേണം. ഡയറിയിൽ ഇപ്പോൾ പെൺകുട്ടി എന്തൊക്കെ എഴുതാം? ടുഡേ വാസ് ഫുൾ എക്സൈറ്റ്മെന്റ് ആൻഡ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് ഡിസപ്പോയിന്റ്മെന്റ്. ഇന്ന് എനിക്ക് ഭയങ്കര ഡിസപ്പോയിന്റ്മെന്റ് ഉള്ള ദിവസമായിരുന്നു. നൗ ഹർ ആബ്സെൻസ് മേക്സ് മീ ഡിപ്രസ്ഡ്. നിന്റെ ആബ്സെൻസ് എനിക്ക് നിരാശയിലേക്ക് നയിക്കുന്നു. ഷീ ആൾവേസ് റൈറ്റ്സ് അബൌട്ട് ഹർ അമേസിംഗ് അഡ്വഞ്ചേഴ്സ് ആൻഡ് റീഡിംഗ് ഹർ ലെറ്റേഴ്സ് മേക്ക് മീ സോ ഹാപ്പി. നിന്റെ ലെറ്റേഴ്സും എല്ലാം എനിക്ക് ഭയങ്കര സന്തോഷം തരുന്ന ഒന്നായിരുന്നു അല്ലെ പാവക്കുട്ടിയുടെ. ഷീ ഈസ് ഓൺ എ ട്രിപ്പ് അറൌണ്ട് ദ വേൾഡ്. എന്റെ പാവക്കുട്ടി ഒരു ട്രിപ്പിലാണ്. ഐ തിങ്ക് ഷീ ഈസ് റിയലി ലക്കി ടു ഹാവ് സച്ച് എക്സ്പീരിയൻസ്. ഞാൻ ചിന്തിക്കുന്ന അവളൊരു ഭാഗ്യവതിയാണ് ഇങ്ങനെയുള്ള ഒരു എക്സ്പീരിയൻസ് കിട്ടിയതിൽ അല്ലേ. വേൾഡ് എല്ലാം ചുറ്റി കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഷീ ഈസ് മൈ ഫേവറേറ്റ് ഡോൾ. അവൾ എന്റെ ഫേവറേറ്റ് ഡോൾ ആയിരുന്നു. ഐ കാൺ ഹൈഡ് മൈ ഈഗർ ടു സീ ഹർ. എനിക്കത് എന്താ പറയുന്നത്, മറച്ചു വെക്കാൻ കഴിയുന്നില്ല. എനിക്ക് പെട്ടെന്ന് കാണണം എന്റെ പാവക്കുട്ടിയിൽ. എനിക്ക് അത് മറച്ചു വെക്കാനേ കഴിയുന്നില്ല. ഡസൻ ഷീ നോ ദാറ്റ് ഐ ആം വെയിറ്റിംഗ് ഫോർ. അവൾ അറിയുന്നുണ്ടോ ഞാൻ അവളെ വെയിറ്റ് ചെയ്തിരിക്കുന്നു എന്ന്. വിത്ത് ഹൂം ഐ ഷെയർ മൈ ഫീലിങ്സ്. ഞാൻ ആരോട് എന്റെ ഫീലിങ്സ് എല്ലാം ഷെയർ ചെയ്യും. വെൻ ഐ മീറ്റ് ഹർ അഗൈൻ. എനിക്ക് എപ്പോ മീറ്റ് ചെയ്യാൻ പറ്റും. ഹർ ആബ്സെൻസ് മേക്ക് മീ മാഡ്. എനിക്ക് അവളുടെ ആബ്സെൻസ് തീരെ പറ്റുന്നില്ല, എന്നെ മാഡ് ആക്കുന്നു. ഐ നോ ദാറ്റ് ഷീ വിൽ ഓൾസോ ഫീൽ ദ സെയിം. എനിക്കറിയാം അവൾക്ക് ഇത് തന്നെ ഫീൽ ചെയ്യുന്നുണ്ടാവും. ആൻഡ് കം ബാക്ക് സൂൺ. ഐ ആം ഈഗർലി വെയിറ്റിംഗ് ഫോർ ഹർ. ഞാൻ അവളെ പ്രതീക്ഷയോടെ പെട്ടെന്ന് വരാനായിട്ട് കാത്തിരിക്കുന്നു. ഇതാണ് അവളുടെ ഡയറി. നമ്മൾ ഡെയിലി ഡയറി എഴുതത്തില്ലേ, നമ്മൾ ഡെയിലി റുട്ടീൻസ് വെച്ചിട്ടൊക്കെ ഡയറി നമ്മൾ എഴുതാറുണ്ട് അല്ലേ. ഓക്കെ, അപ്പം റൈറ്റ് ദ ഡയറി എൻട്രി ഓഫ് ദ ഗേൾ. നെക്സ്റ്റ്, ഹിയർ ഈസ് എ ലെറ്റർ റിട്ടൺ ബൈ ദ ഡോൾ ടു ദ ഗേൾ. റീഡ് ഇറ്റ്. അപ്പോ ഒരു ലെറ്റർ ഡോള് പെൺകുട്ടിക്ക് അയക്കുന്ന ലെറ്റർ നമ്മൾ കണ്ടതാണ്. എന്താന്ന് നോക്കാം. ഡിയർ ഇർമ. അപ്പൊ പെൺകുട്ടിയുടെ പേരെന്താണ് ഇവിടെ? ഇർമ. അപ്പൊ ഡോൾ എഴുതുന്ന ലെറ്റർ ആണ് അല്ലേ. ഡിയർ ഇർമ, ഹൗ ആർ യു? എന്തൊക്കെയുണ്ട്? ഹോപ്പ് യു ഗോട്ട് ഓൾ മൈ ലെറ്റേഴ്സ് ആൻഡ് എൻജോയ്ഡ് റീഡിംഗ് ദം. എന്റെ ലെറ്റർ എല്ലാം നീ വായിച്ച് സന്തോഷപ്പെട്ടിരിക്കുന്നു എനിക്ക് മനസ്സിലായി. ഹൗ ക്യാൻ ഐ ഫോർഗെറ്റ് ദോസ് ഹാപ്പി ഡേയ്സ് വിത്ത് യു? എങ്ങനെ മറക്കാൻ പറ്റും നമ്മൾ തമ്മിലുള്ള ആ ദിവസങ്ങൾ. ഇറ്റ് വാസ് ഫ്രം യു ഐ ഫസ്റ്റ് ഫെൽറ്റ് മദേഴ്സ് ലവ്. എനിക്ക് നിന്നിൽ നിന്നാണ് എനിക്ക് അമ്മയുടെ സ്നേഹം ആദ്യമായിട്ട് ലഭിച്ചത്. യു ബാത്ത് മീ. നീ എന്നെ കുളിപ്പിച്ചു. ഡ്രസ് ചെയ്തു. ക്യാരിഡ് മീ ഇൻ യുവർ ആംസ് ആൻഡ് മേഡ് മീ ബെഡ് ഫോർ മീ. നീ എന്നെ കയ്യിലെടുത്ത് കൊണ്ടുവന്ന് കുളിപ്പിച്ചു, ആഹാരം തന്നു, ഡ്രസ് ചെയ്തു, പിന്നെ എന്നെ ബെഡിൽ കൊണ്ടുപോയി കിടത്തി ഉറക്കി. യു വിൽ ആൾവേസ് ബിസി വിത്ത് സ്യൂയിങ് ക്ലോസ് ഫോർ മീ. നീ എപ്പോഴും ബിസി ആയിരുന്നു, എനിക്ക് വസ്ത്രങ്ങൾ തയ്ച്ചുകൊണ്ടേയിരുന്നു. ടേക്കിംഗ് മീ എവരിവർ യു വെന്റ് ആൻഡ് ഫീഡിങ് മീ. എല്ലാ സ്ഥലത്തും എന്നെ കൊണ്ടുപോവുകയും പിന്നെന്താ എനിക്ക് ഫുഡ് തരികയൊക്കെ നീ ചെയ്തു. എനിക്കൊരു അമ്മയുടെ സ്നേഹം തന്ന് നീയാണെന്ന് ഡോള് പെൺകുട്ടിക്ക് എഴുതിയ ലെറ്റർ ആണല്ലേ. ഹൗ ഐ വിഷ് യു വെയർ വിത്ത് മീ നൗ. ഇറ്റ്സ് സച്ച് ഫൺ ഹിയർ. വെൻ ഷാൽ മീ മീറ്റ്. നമ്മൾ എപ്പോഴും മീറ്റ് ചെയ്യും. വിത്ത് ലോഡ്സ് ഓഫ് ലവ്. സ്നേഹത്തോടെ യുവേഴ്സ് ലെവി. അപ്പൊ ഡോളിന്റെ പേരെന്താണ്? ലെവി. അപ്പോ തിരിച്ച് നമ്മുടെ ഇർമ ഡോളിന് കൂടെ ഒരു ലെറ്റർ എഴുതണ്ടേ.
ഇമാജിൻ യു ആർ ഇർമ ആൻഡ് റൈറ്റ് എ റിപ്ലൈ ടു ലിവി. നിങ്ങളാണ് ഇർമ എന്ന് സങ്കല്പിച്ചുകൊണ്ട് നമ്മുടെ പാവക്കുട്ടിക്ക് ഒരു കത്ത് എഴുതാം. ഓക്കെ, അപ്പൊ നമുക്കൊരു വീട്ടുപേര് കൊടുക്കണം അല്ലെ. ഇർമാസ് വില്ല, അഡ്രസ് കൊടുക്കാം, ഡേറ്റ് കൊടുക്കാം, ഇയർ കൊടുക്കാം. 20 ജൂൺ 2023 എന്ന് കൊടുത്തു. ഡിയർ ലെവി, ലെവി അല്ലേ നമ്മുടെ ഡോള്. എന്തെഴുതാം? ഹൗ ആർ യു, എങ്ങനെയുണ്ട്? യുവർ ലെറ്റർ മേഡ് മീ സോ ഹാപ്പി. നിന്റെ ലെറ്റർ എനിക്ക് ഒരുപാട് സന്തോഷം നൽകി. ഐ ലവ്ഡ് ആൾ യുവർ ലെറ്റേഴ്സ്. എനിക്ക് നിന്റെ ലെറ്റേഴ്സ് എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. ഹൗ ക്യാൻ ഐ ഫർഗെറ്റ് ദോസ് ഹാപ്പി ഡേയ്സ് വിത്ത് യു. ഞാൻ നിന്നോടൊപ്പമുള്ള ദിവസങ്ങൾ എങ്ങനെ മറക്കും? റിമെമ്പർ വെൻ വി യൂസ് ടു പ്ലേ ടുഗദർ ആൻഡ് ഐ ടുക്ക് കെയർ ഓഫ് ലൈക്ക് എ മോം. നമ്മൾ തമ്മിൽ കളിച്ചതും ഞാൻ നിന്നെ അമ്മയെ പോലെ സ്നേഹിച്ചതും ഒക്കെ നിനക്ക് ഓർമ്മയില്ലേ? ദോസ് വെയർ ദ ബെസ്റ്റ് ടൈംസ് എവർ. അത് നല്ല സമയമായിരുന്നു അല്ലെ, ഇനി ഒരിക്കലും ലഭിക്കാത്ത നല്ല സമയമായിരുന്നു. ഐ മിസ് യു സോ മച്ച്. എനിക്ക് നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നു. ഐ ഫീൽ സോ ഗ്ലാഡ് ടു ഹിയർ ദാറ്റ് യു ആർ ഹാപ്പി ദർ. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്, നീ സന്തോഷവതിയായിട്ട് അവിടെ ഇരിക്കുന്നു എന്ന് അറിഞ്ഞതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഐ കാൺ ഹൈഡ് മൈ സോറോ ഓൺ യുവർ ആബ്സെൻസ്. വെൻ വിൽ യു കം ബാക്ക്. നീ എപ്പോഴാണ് തിരിച്ചു വരിക? ഐ ആം ഈഗർലി വെയിറ്റിംഗ് ഫോർ യു. ഞാൻ നിന്നെ പ്രതീക്ഷയോടെ പെട്ടെന്ന് വരാനായിട്ട് കാത്തിരിക്കുന്നു. എക്സൈറ്റ്മെന്റ് ആണ് അല്ലേ. ഐ ഹാവ് എ ലോട്ട് ഓഫ് തിങ്സ് ടു ഷെയർ വിത്ത് യു. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നിന്നോട് ഷെയർ ചെയ്യാനുണ്ട്. ഐ റീസെന്റ് മെറ്റ് എ മാൻ ഹു ഈസ് നൗ ഹെൽപ്പിംഗ് മീ ടു ഗെറ്റ് ഇൻ ടച്ച് വിത്ത് യു. ഞാൻ അടുത്തിടെ ഒരു പേഴ്സണെ കണ്ടുമുട്ടി. അദ്ദേഹമാണ് നീ ഞാനുമായിട്ടുള്ള ഒരു മീറ്റിംഗ്, അതായത് ലെറ്റേഴ്സ് എല്ലാം അദ്ദേഹം വഴിയാണ് നിന്റെ വിവരങ്ങളെല്ലാം ഞാൻ അറിഞ്ഞത്. അദ്ദേഹമാണ് എന്നെ ഹെൽപ്പ് ചെയ്തത് നിന്റെ വിവരങ്ങൾ അറിയാനായിട്ട്. ഐ ക്യാൻ ടെൽ യു എവറിഥിങ് ഇൻ ഡീറ്റെയിൽ വെൻ വി മീറ്റ് അഗൈൻ. നമ്മൾ എല്ലാ കാര്യങ്ങളും ഞാൻ പറയാം. നമ്മൾ മീറ്റ് ചെയ്യുമ്പോൾ വിശദമായിട്ട് എല്ലാ കാര്യങ്ങളും പറയാം. വിത്ത് ലോഡ്സ് ഓഫ് ലവ്. സ്നേഹത്തോടെ ആരാണ്? യുവേഴ്സ് ഇർമ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ എ ഡോൾസ് ജേണിയിലെ പ്രധാനപ്പെട്ട ആക്ടിവിറ്റീസ്. പ്രധാനപ്പെട്ട ആക്ടിവിറ്റീസിൽ വരുന്നത് ഡയറി ഉണ്ട്, ലെറ്റർ റൈറ്റിംഗ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് ആക്ടിവിറ്റീസ്. അപ്പം ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ എൻ്റെ ആക്ടിവിറ്റീസിൻ്റെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. ബാക്കി ഉള്ള ആക്ടിവിറ്റീസ് നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.